നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം കേരളയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് ഉയർത്തിപ്പിടിച്ച മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും ആശങ്കകളും പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ പോംവഴികളെക്കുറിച്ച് ആരായുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ മുസ്ലിം ലേബലിൽ പ്രവർത്തിക്കുകയും മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിനെന്ന് പറയുകയും ചെയ്യുന്ന ചില സംഘടനാ നേതാക്കൾ അവരുടെ പേജുകളും അവരുടെ വേദികളും ഒക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ അപഹസിക്കാനും പരിഹസിക്കാനും ഉസ്താദിൻ്റെ ഈ വലിയൊരു ദൗത്യത്തിന് വിലങ്ങുതടിയായി നിൽക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലായിടത്തും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ഇന്ത്യ രാജ്യത്തും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്. മുസ്ലിമീങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ദളിതരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ജനവിഭാഗങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു എന്ന വസ്തുതയെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൗരൻ 80 വർഷക്കാലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് ഉതകുന്നത്, സമൂഹത്തിന് എന്താണോ ആവശ്യമുള്ളത് ആ മേഖലകളിൽ ബന്ധപ്പെടുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഓരോ ഗ്രാമ അന്തരീക്ഷങ്ങളെ മനസ്സിലാക്കുകയും ആ ഗ്രാമങ്ങളിലൂടെ കടന്നുചെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അതുപോലെ തന്നെ ആതുര സേവന മേഖലകളിൽ സജീവമായി ഇടപെടുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൾസറിയുന്ന ഒരു മതപുരോഹിതൻ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ എന്തിനാണ് ഇത്രമേൽ ഈ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം സിമ്പിളാണ്. കാരണം ഇവിടെ മൗദൂദിയൻ ചിന്താഗതികളും വഹാബിയൻ ചിന്താഗതികളും ഉസ്താദിനെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ട കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് വഹാബികളോടില്ലാത്ത മനുഷ്യത്വപരമായ എന്ത് പരിഗണനയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്നാണ്. അവരൊക്കെ ഉയർത്തിവിടുന്ന ചോദ്യം മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ ഈ പര്യടനം. ഇവിടെ സംഘപരിവാർ ശ്രമിക്കുന്നത് മുസ്ലിമീങ്ങൾ അപകടത്തിലാണ് എന്ന വലിയൊരു വാർത്ത സൃഷ്ടിക്കുകയും അതിലൂടെ ഭീതിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് സംഘപരിവാർ സംഘടനകൾ നിരന്തരം നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ വീഡിയോകളും വാർത്തകളും നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക വഴി അവർ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ വളരെ ഗൗരവത്തിലുള്ള ഇടപെടൽ. മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെന്നും നിയമപരമായി അതുപോലെ തന്നെ ഭരണഘടനാപരമായി മുസ്ലിമീങ്ങൾ പരിരക്ഷ അനുഭവിക്കുന്നവരാണ് എന്നും പറഞ്ഞു വെക്കുക വഴി സംഘപരിവാർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുമേൽ ഉസ്താദ് പ്രഹരമേൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന തിരിച്ചറിവ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് അവിടെ പോയി BJP മെമ്പർഷിപ്പ് സ്വീകരിച്ച് നാളെ മുതൽ കേരള ഘടകത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഉസ്താദ് പ്രവർത്തിക്കുമെന്നല്ല അവിടെ പോയി പറഞ്ഞിട്ടുള്ളത്. ചില പ്രസ്താവനകളും ചില സംഘടനാ നേതാക്കളുടെ വിക്ഷോഭകരമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഉസ്താദ് നാളെ മുതൽ BJPയുടെ ഏതോ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന തലത്തിലാണ് പലരും ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജനങ്ങളെ അറിഞ്ഞുകൊണ്ട്, മനുഷ്യരെ അറിഞ്ഞുകൊണ്ട്, മനുഷ്യത്വത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് ഉസ്താദ് വളരെ ലളിതമായി സുതാര്യമായി ഈ സമൂഹത്തിൽ എത്രയോ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളുമായി ഉസ്താദ് മുന്നോട്ട് പോകട്ടെ. അതിന് വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതെ മാറി നിൽക്കാനുള്ള പക്വതയെങ്കിലും മുസ്ലിം സംഘടനയുടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സംഘടനാ നേതാക്കൾ അതിനുവേണ്ടിയെങ്കിലും ശ്രമിക്കണമെന്ന്
വളരെ ലളിതമായി വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.